നമസ്കാരം, മല്ലി വാർത്തയിലേക്ക് സ്വാഗതം. നടി മഞ്ജു വാര്യർ ഒരു വലിയ മാഫിയയുടെ പിടിയിലാണ്, തടങ്കലിലാണ്. ഈ പരാതി ഒന്നും തന്നെ അവരുടേതല്ല. അവരെ കൊണ്ട് നിർബന്ധപൂർവം ചിലർ ചെയ്യിക്കുന്നതാണ്. ഈ ലോകത്ത് പ്രേമിക്കുന്നത് ഒരു തെറ്റാണോ? ഞാൻ ചെയ്തതിൽ എന്താണ് തെറ്റ്? ഈ ചോദ്യം തന്നെയാണ് നിരന്തരമായി സംവിധായകൻ സനൽകുമാർ ശശിധരൻ ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം നാടകീയമായ സംഭവങ്ങൾക്ക് ശേഷം ഇന്ന് മാധ്യമങ്ങൾക്ക് മുന്നിൽ എത്തിയപ്പോഴാണ് പറഞ്ഞ അതേ കാര്യം തന്നെ വീണ്ടും ആവർത്തിച്ച് സനൽകുമാർ ചില വിവരങ്ങൾ പറഞ്ഞിരിക്കുന്നത്. തനിക്കെതിരെ ഇപ്പോൾ കൊടുത്തിരിക്കുന്ന പരാതി, ആ പരാതി നൽകിയ നടിയുമായി മാനസികമായി അടുപ്പം സ്ഥാപിക്കാൻ ശ്രമിക്കുന്നവരെ എല്ലാം തന്നെ കേസിൽ കുടുക്കി ഭയപ്പെടുത്താൻ ശ്രമിക്കുന്നു. നടി ഒരു മാഫിയ തടവിൽ അകപ്പെട്ടിരിക്കുകയാണ്, തടങ്കലിൽ വെച്ചിരിക്കുകയാണ്. അവരാണ് തനിക്കെതിരെ കേസിന് പിന്നിൽ പ്രവർത്തിക്കുന്നതെന്നാണ് സനൽകുമാർ ശശിധരൻ കൊച്ചിയിൽ വെച്ച് മാധ്യമപ്രവർത്തകരോട് പറഞ്ഞത്. ഞാൻ ഒരു കുറ്റവും ചെയ്തിട്ടില്ല, നടിയാകട്ടെ ഇതുവരെയും പരാതി പോലും കൊടുത്തിട്ടില്ല. അവരെ ബലമായി പിടിച്ചു വെക്കുകയാണ് ചിലർ. അവരുമായി ആരൊക്കെ മാനസിക അടുപ്പം സ്ഥാപിക്കുന്നുവോ, അതിനുവേണ്ടി ശ്രമം നടത്തുന്നുവോ, അവർക്കെതിരെയൊക്കെ തന്നെ കേസ് കൊടുക്കുന്നു. ആ കേസിൽ ഒന്നും തന്നെ വിചാരണ നടക്കുന്നില്ല, തെളിവ് കൈമാറുന്നില്ല. അവരെയൊക്കെ ഭീഷണിപ്പെടുത്തി അകറ്റാൻ മാത്രമാണ് ഇങ്ങനെ ഒരു കേസ്. അതേ രീതി തൻ്റെ കാര്യത്തിലും ആവർത്തിക്കുന്നുവെന്നാണ് സനൽകുമാർ ശശിധരൻ പറയുന്നത്. അവർ അഭിനയിച്ച, ഞാൻ സംവിധാനം ചെയ്ത കയറ്റം എന്ന സിനിമ ഇതുവരെ പുറത്തിറങ്ങിയിട്ട് പോലുമില്ല. എന്തുകൊണ്ട് അത് പുറത്തിറങ്ങിയില്ല എന്ന് ചോദിക്കാൻ വേണ്ടി കാണാൻ ശ്രമിച്ചാൽ പോലും ഞാൻ മിണ്ടരുത്, സംസാരിക്കരുത് എന്നാണ് സമീപനം. അതിനുശേഷമാണ് തൻ്റെ വിശ്വാസ്യത തകർക്കാനുള്ള ശ്രമം കൂടി നടത്തുന്നത്. ഞാനൊരു സ്ഥിരം കുറ്റവാളിയാണെന്നും പിന്തുടർന്ന് ശല്യപ്പെടുത്തുന്ന ആളാണെന്നും മാനസിക രോഗമാണെന്നും ഒക്കെ തന്നെ പറയുന്നു. തനിക്കെതിരെ ട്രാൻസിറ്റ് വാറണ്ടോ ലുക്കൌട്ട് നോട്ടീസോ ഇല്ല. 2022 ഇതേപോലെ തന്നെ ആരും അറിയാതെ തന്നെ വന്ന് പിടിച്ചുകൊണ്ടുപോയി കൊന്നുകളയാനുള്ളൊരു ശ്രമമാണ് നടന്നത്. ഇന്നലെയും നടന്നത് അതേ ശ്രമം തന്നെ ആയിരുന്നുവെന്നാണ് സനൽകുമാർ ശശിധരൻ ആരോപിക്കുന്നത്. അവരെ തടവിൽ വെച്ചിരിക്കുന്ന ഒരു മാഫിയുണ്ട്. ഈ കേസിന് പിന്നിൽ പ്രവർത്തിക്കുന്നതും അവർ തന്നെയാണ്. അവരുടെ കള്ള ഒപ്പാണ് പരാതിയിൽ കൊടുത്തിരിക്കുന്നത്. അവർ കോടതിയിൽ വന്ന് മൊഴി കൊടുത്താൽ ഞാൻ പറയുന്നത് സത്യമാണോ കള്ളമാണോ എന്നുള്ളത് തെളിയും. പിന്തുടർന്ന് ശല്യം ചെയ്തു എന്ന നടിയുടെ പരാതിയിലാണ് സംവിധായകൻ സനൽകുമാർ ശശിധരനെതിരെ എളമക്കര പോലീസ് കേസെടുത്ത് കഴിഞ്ഞ ദിവസം അറസ്റ്റ് ചെയ്തത്. വിദേശത്ത് നിന്നും നാട്ടിലെത്തിയ സംവിധായകനെ മുംബൈ വിമാനത്താവളത്തിൽ പോലീസ് കസ്റ്റഡിയിലെടുത്ത് എളമക്കര പോലീസിന് കൈമാറുകയായിരുന്നു. കൊച്ചിയിൽ നിന്നുള്ള സംഘം തിങ്കളാഴ്ച മുംബൈയിലെത്തി സനൽകുമാറിനെ കസ്റ്റഡിയിലെടുത്തു. പിന്നീട് കൊച്ചിയിലെത്തിച്ച് അറസ്റ്റ് രേഖപ്പെടുത്തി. എറണാകുളം മജിസ്ട്രേറ്റ് കോടതി ചൊവ്വാഴ്ചയാകട്ടെ സനൽകുമാർ ശശിധരന് ജാമ്യവും നൽകിയിട്ടുണ്ട്. അറസ്റ്റ് രേഖപ്പെടുത്തിയതിന് പിന്നാലെ ഇന്നലെ രാത്രി മജിസ്ട്രേറ്റിന് മുന്നിൽ സനൽകുമാർ ശശിധരനെ ഹാജരാക്കിയിരുന്നു. കഴിഞ്ഞ ദിവസമാണ് മുംബൈയിൽ വെച്ച് എളമക്കര SHOയുടെ നേതൃത്വത്തിലുള്ള സംഘം നാടകീയമായ രീതിയിൽ കസ്റ്റഡിയിലെടുത്തത്. സനൽകുമാറിന്റെ മൊബൈൽ ഫോൺ പോലീസ് കസ്റ്റഡിയിലെടുത്തിരുന്നു. സ്ത്രീത്വത്തെ അപമാനിക്കൽ, അപവാദ പ്രചാരണം നടത്തൽ, വ്യാജ ശബ്ദ സന്ദേശം പ്രചരിപ്പിക്കൽ തുടങ്ങിയ പരാതികളാണ് ഈ സംവിധായകനെതിരെ നടി നൽകിയിട്ടുള്ളതെന്നാണ് പോലീസ് പറയുന്നത്. എന്നാൽ തനിക്കെതിരെയുള്ള ഈ പരാതികളൊക്കെ തന്നെ കെട്ടിച്ചമച്ചതാണെന്നും സനൽകുമാർ ശശിധരൻ വാദിക്കുന്നുണ്ട്. ഒരാളെ സ്നേഹിക്കുന്നത് അതാണോ താൻ ചെയ്ത തെറ്റ്? അതാണോ ഒരു കുറ്റം? ഒരു സ്ത്രീയെ തടവിൽ വെച്ചിരിക്കുന്നുവെന്ന് ലോകത്തോട് വിളിച്ചു പറഞ്ഞതിന് പോലീസ് തന്നെ പിടിച്ചുകൊണ്ടുപോയെന്നാണ് സനൽകുമാർ പറയുന്നത്. ഇക്കഴിഞ്ഞ ജനുവരിയിലായിരുന്നു സനൽകുമാർ ശശിധരനെതിരെ നടി എളമക്കര പോലീസ് സ്റ്റേഷനിൽ ഒരു പരാതി കൊടുത്തത്. സ്ത്രീത്വത്തെ അപമാനിക്കുന്ന തരത്തിലുള്ള സനൽകുമാറിന്റെ സമൂഹമാധ്യമ പോസ്റ്റുകൾ തനിക്ക് മാനഹാനി ഉണ്ടാക്കിയെന്നായിരുന്നു നടി പരാതിപ്പെട്ടത്. അതിന് പിറകെ സനൽകുമാറിനെതിരെ പോലീസ് കേസെടുത്തു. സനൽകുമാർ ആകട്ടെ ഈ സമയങ്ങളിലൊക്കെ അമേരിക്കയിലായിരുന്നു. അതിനെ തുടർന്ന് ഇന്ത്യയിലെത്തുമ്പോൾ കസ്റ്റഡിയിലെടുക്കാൻ വേണ്ടി പോലീസ് ലുക്കൌട്ട് നോട്ടീസും പുറപ്പെടുവിച്ചു. അമേരിക്കയിൽ നിന്ന് കഴിഞ്ഞ ദിവസമായിരുന്നു മുംബൈയിൽ സനൽകുമാർ ശശിധരൻ എത്തിയത്. അപ്പോൾ തന്നെ ഉദ്യോഗസ്ഥർ തടഞ്ഞു വെച്ചു. 2022 ഇതേ നടിയുടെ പരാതിയിൽ സനൽകുമാർ ശശിധരനെ എളമക്കര പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു. പാറശാലയിലെ തന്റെ വീടിനടുത്തുള്ള ക്ഷേത്രത്തിൽ പോയി മടങ്ങുന്ന വഴിയായിരുന്നു മഫ്റ്റി വേഷത്തിലെത്തിയ പോലീസ് സംഘം അറസ്റ്റ് ചെയ്തുകൊണ്ടുപോയത്. അതിന് പിന്നാലെ തന്നെ സനൽകുമാർ ശശിധരൻ ബഹളം വയ്ക്കുകയും തന്നെ കൊല്ലാൻ ശ്രമിക്കുന്നുവെന്ന് പറഞ്ഞുകൊണ്ട് ഫേസ്ബുക്ക് ലൈവിലൂടെ രംഗത്ത് വരികയും ചെയ്തിരുന്നു. അറസ്റ്റിന് പിറകെ തന്നെ സനൽകുമാറിന് കോടതി ജാമ്യവും നൽകിയിരുന്നു. ന്യൂസ് ഡെസ്ക് മല്ലി വാർത്ത.